ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സി എൽ ക്ലാസ്സിൽ നമ്മൾ ഫോർത്ത് മൊഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തേർഡ് മൊഡ്യൂൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ചെറിയ പോർഷൻ കൂടെ പഠിപ്പിക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ നോട്ട്സ് ഞാൻ പിന്നീട് തരുന്നതായിരിക്കും. ഒരു ചെറിയൊരു പോർഷൻ കൂടെ ഉള്ളൂ, അതിൻ്റെ നോട്ട്സ് ഞാൻ പിന്നെ തരാം. ഇപ്പം നമ്മൾ ഫോർത്ത് മൊഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോർത്ത് മൊഡ്യൂൾ ഈസ് ഓൾ അബൌട്ട് ഷെൽട്ടർ ഫോർ ക്ലൈമറ്റ്സ്. അപ്പോൾ അതാണ് ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഫോർത്ത് മൊഡ്യൂള് ഒരു സിമ്പിൾ മൊഡ്യൂളാണ്. നമ്മൾ ക്ലൈമറ്റ്സിനെ പറ്റിയിട്ട് നമുക്കറിയാം അല്ലേ. എത്ര ടൈപ്പ് ക്ലൈമറ്റ്സ് ഉണ്ട്? 6 ക്ലൈമാറ്റിക് സോൺസ് ഉണ്ടെന്നറിയാം. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വാം ഹ്യൂമിഡ് ക്ലൈമറ്റ്, ഹോട്ട് ഡ്രൈ ക്ലൈമറ്റ്, കോമ്പോസിറ്റ് ക്ലൈമറ്റ്. അപ്പോൾ ഈ ക്ലൈമറ്റ്സിൻ്റെയൊക്കെ അതുകൂടാതെ പിന്നെയും ക്ലൈമറ്റ്സ് ഉണ്ട്. ഹോട്ട് ഡ്രൈ ക്ലൈമറ്റ്, ഐലൻഡ് ക്ലൈമറ്റ്, ട്രോപ്പിക്കൽ അപ്ലാൻഡ് ക്ലൈമറ്റ്സ് ഒക്കെ ഉണ്ട്. ഈ ഒരു ക്ലൈമറ്റ്സിൻ്റെയൊക്കെ ടിപ്പിക്കൽ ഷെൽട്ടറും അതുപോലെ തന്നെ ട്രഡീഷണൽ ഷെൽട്ടേഴ്സും എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത് എന്നാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതായത് ക്ലൈമാറ്റിക് സോൺസ് ഒക്കെ അനുസരിച്ച് ഓരോ ക്ലൈമറ്റിനും അനുസരിച്ച് ഷെൽട്ടേഴ്സ് എങ്ങനെയാണ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ മൊഡ്യൂളിൽ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 15 മാർക്കിന് 15 മാർക്കിനൊക്കെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും വരാറുള്ളത്. അപ്പോൾ അതിനകത്ത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വെച്ചാൽ എക്സ്പ്ലെയിൻ ദ ഫീച്ചർ ഓഫ് ടിപ്പിക്കൽ ഷെൽട്ടർ ഫോർ വാം ഹ്യൂമിഡ് ക്ലൈമറ്റ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും: എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ടിപ്പിക്കൽ ഷെൽട്ടർ ഫോർ വാം ഹ്യൂമിഡ് ക്ലൈമറ്റ്. വാം ഹ്യൂമിഡ് ക്ലൈമറ്റിന് ടിപ്പിക്കൽ ഷെൽട്ടറിൻ്റെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, ടിപ്പിക്കൽ ഷെൽട്ടറും ഉണ്ട്, ട്രഡീഷണൽ ഷെൽട്ടറും ഉണ്ട്. ടിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ നമ്മൾ കാണുന്ന യൂഷ്വൽ ഷെൽട്ടേഴ്സ്. ട്രഡീഷണൽ ഷെൽട്ടേഴ്സ് എന്ന് പറഞ്ഞാലോ ഏൻഷ്യൻ ടൈംസിൽ ബിൽഡിംഗ് മെറ്റീരിയൽ കൊണ്ട് ചെയ്യുന്ന ഷെൽട്ടറിനെയാണ് ട്രഡീഷണൽ ഷെൽട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പം വാം ഹ്യൂമിഡിൻ്റെ ടിപ്പിക്കൽ ഷെൽട്ടേഴ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്കറിയാം വാം ഹ്യൂമിഡ് ക്ലൈമറ്റിൻ്റെ നേച്ചർ എഴുതണം. അത് ഞാൻ നേരത്തെ ഒരു ക്ലൈമാറ്റിക് സോൺസിൻ്റെ PDF തന്നപ്പോൾ അതിനകത്ത് ഒരു കോളമായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതിനകത്ത് വാം ഹ്യൂമിഡ് ക്ലൈമറ്റ് ഏത് റീജിയനിലാണ് ആദ്യം കാണപ്പെടുന്നതെന്ന് ഫസ്റ്റ് സെക്ഷൻ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ എയർ ടെമ്പറേച്ചർ എത്രയാണെന്ന് പഠിക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഹ്യൂമിഡിറ്റി റേഞ്ച് എത്രയാണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. പ്രസിപ്പിറ്റേഷൻ, സോളാർ റേഡിയേഷൻ, വിൻഡ്, വെജിറ്റേഷൻ, സ്പെഷ്യൽ ക്യാരക്ടർ, ഇതൊക്കെയായിരുന്നു അതിനകത്തുള്ള ഓരോ കോളംസ്. അപ്പം നേച്ചർ ഓഫ് ദി ക്ലൈമറ്റിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ഇതിൽ എഴുതേണ്ടത്. നേച്ചർ ഓഫ് ദി ക്ലൈമറ്റ് വാം ഹ്യൂമിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹ്യൂമിഡിറ്റിയും ഉണ്ട്, അതുപോലെ തന്നെ ചൂടും കൂടുതലായിരിക്കും. അപ്പോൾ എയർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 27 to 30 ഡിഗ്രി സെൽഷ്യസ് ഡ്യൂറിങ് ഡേ ആൻഡ് 21 to 27 ഡിഗ്രി സെൽഷ്യസ് അറ്റ് നൈറ്റ്. ഇതാണ് അതിൻ്റെ ടെമ്പറേച്ചർ റേഞ്ച്. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ ഹൈ മോസ്റ്റ് ഓഫ് ദ ടൈം, 55 to 100% ഹ്യൂമിഡിറ്റി ഇവിടെ കാണും. അതുപോലെ തന്നെ പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഹൈ ത്രൂ ഔട്ട് ദി ഇയർ ആയിരിക്കും. ആനുവൽ റെയിൻഫോൾ എന്ന് പറയുന്നത് 200 to 5000 mm ആണ്. സോളാർ റേഡിയേഷൻ എന്ന് പറയുന്നത് പാർട്ട്ലി ഡിഫ്ലക്റ്റഡ് ആൻഡ് സ്കാറ്റേർഡ്, ഹൈ വേപ്പർ കണ്ടൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നേച്ചർ ഓഫ് ദി ക്ലൈമറ്റിൽ പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഫോം ആൻഡ് പ്ലാനിങ് എങ്ങനെയാണെന്നാണ് നമുക്ക് നോക്കാം. ഫോം ആൻഡ് പ്ലാനിങ്ങിൽ അതായത് ബിൽഡിങ്ങിൻ്റെ ഫോം എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ ഇങ്ങനത്തെയുള്ള ക്ലൈമറ്റിൽ നമ്മൾ ബിൽഡിംഗ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടതെന്നാണ് അടുത്ത് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ നോക്കാം. ഹാവ് ഓപ്പൺ ഇലോങ്ങേറ്റഡ് പ്ലാൻ വിത്ത് ഡോർസ്. നമുക്കറിയാം വാം ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും, അതുപോലെ തന്നെ വാം എന്ന് പറഞ്ഞാൽ ചൂടും കൂടുതലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ചൂട് കൂടുമ്പോൾ എന്താ നമ്മൾ ചെയ്യാറ് യൂഷ്വലി? നല്ല വെൻറ്റിലേഷൻ കിട്ടുന്ന രീതിയിലായിരിക്കണം ബിൽഡിങ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ എയർ സർക്കുലേഷനും കൂടുതൽ ആ ബിൽഡിങ്ങിലൂടെ പാസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇലോങ്ങേറ്റഡ് പ്ലാൻ ആയിരിക്കണം. അതുപോലെ തന്നെ കൂടുതലായിട്ടും ഡോറും വിൻഡോസും ഒക്കെ കൊടുക്കണം. അതുപോലെ തന്നെ അലോ ഫ്രീ പാസേജ് ഓഫ് എയറിൻ്റെ പാസേജ് ഉള്ളൊരു ഫ്രീ സ്പേസും കൊടുത്തിരിക്കണം. ദെൻ ഗ്രൂപ്പ് ബിൽഡിംഗ് ഷുഡ് ബി സ്പ്രെഡ് ഔട്ട്. ഇനി അടുപ്പിച്ചൊരു ഗ്രൂപ്പ് കോളനി ടൈപ്പ് ബിൽഡിംഗ് ആണെങ്കിൽ അതൊക്കെ മാറ്റി ഇൻഡിവിജ്വൽ ബിൽഡിങ്സ് ആയിരിക്കണം കൊടുക്കാൻ. ദെൻ ബിൽഡിംഗ് ഷുഡ് ബി റേസ്ഡ് ഓൺ സ്റ്റിൽസ്. ലോ റൈസ് ബിൽഡിങ്സ് ആണെങ്കിൽ അത് ഉയർത്തി സ്റ്റിൽസിലും കോളംസിലും ഒക്കെ ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. എന്താണ്, നമ്മൾ ഹൈറ്റിൽ ബിൽഡിങ് പ്ലേസ് ചെയ്യുമ്പം
കാറ്റൊക്കെ കൂടുതൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അത് കാരണം ലോ റൈസ് ബിൽഡിങ്സ് ഒക്കെ മാറ്റി സ്റ്റിൽസിലൊക്കെ ബിൽഡിങ്സ് റൈസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ദെൻ ഷെയ്ഡഡ് വോൾസ് ആൻഡ് ഓപ്പണിംഗ് ഹാവ്സ് ടു ബി ഗിവൺ. അതുപോലെ തന്നെ ചൂട് കൂടുതലായത് കാരണം എന്താണ്, ഷെയ്ഡ് വോൾസ് കൊടുക്കാനും ഓപ്പണിങ്സ് കൊടുക്കാനും ഒക്കെ ധാരാളം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫോം ആൻഡ് പ്ലാനിങ്ങിൽ വരുന്ന കാര്യം. ഇനി മൂന്നാമത്തെ ഫീച്ചറായ ഓറിയൻറ്റേഷനിൽ പറയുന്നത് ഈസ്റ്റ് വെസ്റ്റ് ഓറിയൻ്റ് ആയിട്ടായിരിക്കണം എന്ത് ചെയ്യാൻ, നമ്മുടെ ഈ ബിൽഡിങ്സൊക്കെ പ്ലേസ് ചെയ്യാൻ. അതുപോലെ തന്നെ നാലാമത്തെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ സ്പേസസ്. അതിൻ്റെ എക്സ്റ്റേണൽ സ്പേസസ് എങ്ങനെയായിരിക്കണം, നമുക്കറിയാം എക്സ്റ്റേണൽ സ്പേസ് എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ എക്സ്റ്റേണലുള്ള ഔട്ട്സൈഡുള്ള സ്പേസ്. അത് നമ്മളിപ്പോൾ ഒരു ഗാർഡനായിട്ട് യൂസ് ചെയ്യണമെങ്കിലും ഏറ്റവും ചൂടുള്ള സ്ഥലമാണെങ്കിൽ പറ്റുമോ, ഒരു ഷെയ്ഡിങ് ഡിവൈസ്, അതായത് ബാൽക്കണിയും അല്ലെങ്കിൽ വരാന്തയും അതുപോലെയുള്ള എക്സ്റ്റേണൽ സ്പേസസ് ഗാർഡനൊക്കെ കൊടുത്തിട്ടുള്ള ഏരിയയിൽ അല്പം ഷെയ്ഡൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ റിലാക്സ് ചെയ്യുമ്പോൾ പോയിരിക്കുമ്പോൾ നമുക്കൊരു ആശ്വാസമായിരിക്കും. അപ്പോൾ എക്സ്റ്റേണൽ സ്പേസസിൽ ഷെയ്ഡിങ്ങും കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഫ്രീ പാസേജ് ഓഫ് എയർ മൂവ്മെൻറ്റും ഉണ്ടായിരിക്കണം. ഓപ്പൺ സ്പേസസ് ഷുഡ് ബി ലെഫ്റ്റ് അണ്ടർ ദി ബിൽഡിംഗ് ആൻഡ് പെർഗോളാസ് കവേർഡ് വിത്ത് ക്ലൈംബേഴ്സ് ആർ ഐഡിയൽ. ഇനി ഓപ്പൺ സ്പേസസിൽ പെർഗോളാസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള കൺസ്ട്രക്ഷൻ ആയിരിക്കണം. അതുപോലെ തന്നെ അവിടെ ക്ലൈംബേഴ്സും ക്രീപ്പേഴ്സും ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസ്തെറ്റിക്കലി ബ്യൂട്ടിഫുൾ ആയിരിക്കും ആ പ്ലേസസ് ഒക്കെ കാണാൻ. ഇനി അതുപോലെ തന്നെ റൂഫും വാളും എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പം വാം ഹ്യൂമിഡിൻ്റെ ക്ലൈമറ്റ് നമുക്കറിയാം, ഹ്യൂമിഡിറ്റിയും വാംനെസ്സും കൂടുതലായിരിക്കുമ്പോൾ എന്താണ്, റൂഫിലും വാളിലും തെർമലി കപ്പാസിറ്റി ഉള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടായിരിക്കണം. അതായത് ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള മെറ്റീരിയൽ ആയിരിക്കണം, അല്ലെങ്കിൽ ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്യാനുള്ള മെറ്റീരിയൽ ആയിരിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ലൈറ്റ് വെയ്റ്റ് കൺസ്ട്രക്ഷൻ ആയിരിക്കണം. ഇനി ഡബിൾ റൂഫ് കൺസ്ട്രക്ഷൻ വിത്ത് റൂഫ് സ്പേസ് വെന്റിലേഷൻ, എ സീലിംഗ് വിത്ത് ഇറ്റ്സ് അപ്പർ സർഫസ് ഹൈലി റിഫ്ലക്റ്റഡ് ആൻഡ് ഹാവിങ് എ ഗുഡ് റെസിസ്റ്റീവ് ഇൻസുലേഷൻ. ഇനി ഡബിൾ റൂഫ് കൺസ്ട്രക്ഷൻ കൊടുക്കാം, അതല്ലെങ്കിൽ സീലിങ്ങിലൊക്കെ ഓപ്പണിങ്സ് കൊടുക്കാം, അതല്ലെങ്കിൽ റൂഫ് സ്പേസ് വെന്റിലേഷനായിട്ട് യൂസ് ചെയ്യാം. അപ്പം അങ്ങനത്തെയുള്ള കൺസ്ട്രക്ഷനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് വാം ഹ്യൂമിഡ് ക്ലൈമറ്റിൽ വരുന്നത്. അതുപോലെ തന്നെ സ്ലോപ്പിംഗ് റൂഫ് അല്ലെങ്കിൽ പിച്ച്ഡ് റൂഫ് കൂടുതലായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. കാര്യം ഫ്ലാറ്റ് റൂഫ് ആണെങ്കിൽ ചൂട് കൂടുതലായിട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ടാവും. അതുപോലെ തന്നെ സൺഷെയ്ഡ് വാൾസും ഇൻസുലേഷൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യണം വാൾസിൽ. ഓക്കെ, അപ്പോൾ അതാണ് റൂഫ് ആൻഡ് വാളിൽ പറയുന്ന കാര്യം. ഇനി ആറാമത്തെ ഫീച്ചറായ ഓപ്പണിങ്സ്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, ഷെൽട്ടർ ഫോർ ക്ലൈമറ്റിലെ വാം ഹ്യൂമിഡിൻ്റെ ടിപ്പിക്കൽ ഷെൽട്ടേഴ്സിൻ്റെ ഫീച്ചേഴ്സാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ പറഞ്ഞു നേച്ചർ ഓഫ് ദി ക്ലൈമറ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, ഫോം ആൻഡ് പ്ലാനിങ് എങ്ങനെയാണെന്ന് പറഞ്ഞു, ഓറിയൻറ്റേഷൻ എവിടെയാണെന്ന് പറഞ്ഞു, എക്സ്റ്റേണൽ സ്പേസസ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ റൂഫ് ആൻഡ് വാൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇനി ഓപ്പണിങ്സ് ഒക്കെ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് നോക്കാം. ഇറ്റ് മസ്റ്റ് ബി പ്ലേസ്ഡ് ഇൻ റിലേഷൻ ടു ദ prevailing breeze to ensure air movement at body level. അതായത് ഓപ്പണിങ്സ് ഒക്കെ എവിടെ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്, വിൻഡ്വേർഡ് സൈഡിലായിരിക്കണം ഓപ്പണിങ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ. സച്ച് ഓപ്പണിംഗ് ഷുഡ് ബി ലാർജ് ആൻഡ് ഫുള്ളി ഓപ്പണബിൾ. അപ്പം വിൻഡ്വേർഡ് സൈഡിൽ കൊടുക്കുന്ന ഓപ്പണിങ്സ് ഒക്കെ ലാർജ് ആയിരിക്കണം, ഫുള്ളി ഓപ്പണബിൾ ആയിരിക്കാനും എപ്പോഴും ശ്രദ്ധിക്കണം. ഇനി അവിടുത്തെ വെന്റിലേഷൻ എന്താണെന്ന്, വെന്റിലേഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത്. വെന്റിലേഷൻ മീൻസ് എക്സ്ചേഞ്ച് ഓഫ് എയർ. ഇറ്റ് ഈസ് നെസസറി വിത്തൗട്ട് ദി എക്സ്ചേഞ്ച് ഓഫ് എയർ ബോത്ത് ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി ഓഫ് ദ റൂം വോൾ ഇൻക്രീസ്. അപ്പം എക്സ്ചേഞ്ച് ഓഫ് എയർ അല്ലെങ്കിൽ വെന്റിലേഷൻ, ക്രോസ് വെന്റിലേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ ആ റൂമിൻ്റെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരിക്കും. വെന്റിലേഷൻ ഈസ് നെസസറി ടു സ്പേസ് ബിറ്റ്വീൻ ദ റൂഫ് ആൻഡ് സീലിംഗ്. വെന്റിലേഷൻ എപ്പോഴും റൂഫിലും സീലിങ്ങിലും ഒക്കെ അഡാപ്റ്റീവ് ഓപ്പണിങ്സ് കൊടുത്തിട്ടായിരിക്കണം വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വാം ഹ്യൂമിഡ് ക്ലൈമറ്റിൻ്റെ ടിപ്പിക്കൽ ഫീച്ചേഴ്സിൽ പറയുന്ന കാര്യങ്ങൾ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടിപ്പിക്കൽ ഫീച്ചേഴ്സ് ഓഫ് വാം ഹ്യൂമിഡ് ക്ലൈമറ്റിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേച്ചർ ഓഫ് ദി ക്ലൈമറ്റ്, അത് നമുക്കറിയാം. വാം ഹ്യൂമിഡിൻ്റെ എയർ ടെമ്പറേച്ചർ എത്രയാണെന്ന്, ഹ്യൂമിഡിറ്റി, പ്രസിപ്പിറ്റേഷൻ, സോളാർ റേഡിയേഷൻ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ എഴുതണം. അതുപോലെ തന്നെ ഫോം ആൻഡ് പ്ലാനിൽ ഇതിങ്ങനെ കാണാതെ പഠിക്കുകയൊന്നും വേണ്ട ഈ ഒരു ടോപ്പിക്ക്. ജസ്റ്റ് വാം ഹ്യൂമിഡ് ക്ലൈമറ്റ്, ആ ക്ലൈമറ്റിൻ്റെ ഫീച്ചേഴ്സ് അറിഞ്ഞിരിക്കാൻ, അറ്റ്ലീസ്റ്റ് നേച്ചർ ഓഫ് ദി ക്ലൈമറ്റ് അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ. ഹ്യൂമിഡിറ്റി ഇവിടെ മോസ്റ്റ് ഓഫ് ദി ടൈം കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ്, വാട്ടർ വേപ്പർ പെർസെൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ആണ് ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ എന്ത് ചെയ്യും,
ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ക്രോസ് വെൻറ്റിലേഷനൊക്കെ പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ. അപ്പം നമ്മൾ പ്ലാനിങ്ങിലൊക്കെ എന്തൊക്കെ ശ്രദ്ധിക്കണം, വെൻറ്റിലേഷൻ എങ്ങനെ കൊടുക്കണം, റൂഫും സീലിങ്ങിലൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തിങ്ക് ചെയ്തിട്ട് വേണം എഴുതാൻ. വെറുതെ കാണാതെ പഠിച്ച് എഴുതാതെ ഈ ഒരു കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കി മനസ്സിലാക്കി തന്നെ എക്സാമിന് എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് ടിപ്പിക്കൽ ഫീച്ചർ ഓഫ് വാം ഹ്യൂമിഡ് ക്ലൈമറ്റ്. അപ്പോൾ അങ്ങനെ ഓരോ ക്ലൈമറ്റിൻ്റെയും ടിപ്പിക്കൽ ഫീച്ചറും അതുപോലെ തന്നെ ട്രഡീഷണൽ ഷെൽട്ടേഴ്സും പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആയത് കാരണം ഒരൊറ്റ ക്ലൈമറ്റിൻ്റെ ഫീച്ചേഴ്സ് മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾ നോട്ട്സ് എഴുതുമ്പോൾ എഴുതുക, മൊഡ്യൂൾ 4 എഴുതുക, ഷെൽട്ടർ ഫോർ ക്ലൈമറ്റ്സ് എഴുതുക, ഈ ഒരു ഫസ്റ്റ് പഠിപ്പിച്ചതിൻ്റെ അത്ര എഴുതുക. അതായത് ഏതാണ് വെൻറ്റിലേഷൻ വരെ എഴുതുക. ഫസ്റ്റ് ഫീച്ചർ, ഫസ്റ്റ് ക്ലൈമാറ്റിക് സോണിൻ്റെ ടിപ്പിക്കൽ ഷെൽട്ടർ വരെയാണ് ഇത് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു തേർഡ് മൊഡ്യൂളിൽ നമുക്ക് ഒരു ചെറിയൊരു ടോപ്പിക് കൂടെ ഉണ്ട്. അതിൻ്റെ നോട്ട്സ് ഞാൻ പിന്നീട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേക്കാം. ദെൻ നമുക്കൊരു അസൈൻമെൻറ്റ് തരാനുണ്ട്, സെക്കൻഡ് അസൈൻമെൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക. അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മൊഡ്യൂളിലെയാണ്. ഈ ഒരു മൊഡ്യൂളിലെ അസൈൻമെൻറ്റ് നോട്ട് ചെയ്തോളുക. ഷെൽട്ടർ ഫോർ കോമ്പോസിറ്റ് ക്ലൈമറ്റ്, അതായത് കോമ്പോസിറ്റ് ക്ലൈമറ്റ് ഉണ്ടല്ലോ, ഹോട്ട് വാം ഹ്യൂമിഡ് ഉണ്ട്, ഹോട്ട് ഡ്രൈ ഉണ്ട്, മൂന്നാമത്തെ കോമ്പോസിറ്റ് ക്ലൈമറ്റ്. ആ ഒരു കോമ്പോസിറ്റ് ക്ലൈമറ്റിൻ്റെ ടിപ്പിക്കൽ ഷെൽട്ടറും അതുപോലെ തന്നെ ട്രഡീഷണൽ ഷെൽട്ടറും നിങ്ങൾ എഴുതിക്കൊണ്ട് വരണം. നോട്ട്ബുക്കിൽ തന്നെ എഴുതിയാൽ മതിയായിരിക്കും. ബെറ്റർ നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ആ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് അത് നെറ്റിലുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ജസ്റ്റ് സീനിയേഴ്സിൻ്റെ കയ്യിൽ ചോദിക്കുക. എങ്ങനെയെങ്കിലും ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള നോട്ട്സ് തന്നെ മാക്സിമം എഴുതാൻ നോക്കുക. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും കുറേ വലിച്ചു വാരിയിട്ടാണ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പം അത് നിങ്ങൾ ഷോർട്ടാക്കിയിട്ട് ആ ടെക്സ്റ്റ് ബുക്കിലെ നോട്ട്സാണ് അസൈൻമെൻ്റായിട്ട് എഴുതേണ്ടത്. അപ്പോൾ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ആരും മറക്കണം, അസൈൻമെൻറ്റിനൊക്കെ മാർക്കുള്ളതാണ്. ഷെൽട്ടർ ഫോർ കോമ്പോസിറ്റ് ക്ലൈമറ്റ് ആണ് നിങ്ങളുടെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ. ഞാനത് ഒന്നും കൂടെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അപ്പോൾ ഷെൽട്ടർ ഫോർ കോമ്പോസിറ്റ് ക്ലൈമറ്റിൽ നിങ്ങൾ എഴുതേണ്ട കാര്യം അതിൻ്റെ ടിപ്പിക്കൽ ഷെൽട്ടർ ഇങ്ങനെ എഴുതുക. എക്സ്പ്ലെയിൻ ദ ഫീച്ചർ ഓഫ് ടിപ്പിക്കൽ ഷെൽട്ടർ ഫോർ കോമ്പോസിറ്റ് ക്ലൈമറ്റ്. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ട്രഡീഷണൽ ഷെൽട്ടർ ഫോർ കോമ്പോസിറ്റ് ക്ലൈമറ്റ്. ഈ രണ്ട് കാര്യങ്ങളാണ് കോമ്പോസിറ്റ് ക്ലൈമറ്റിൻ്റെ എഴുതേണ്ടത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഞാൻ കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഈ ഒരു നോട്ട്ബുക്കിലെ നോട്ട്സ് ഇല്ലേ, അതിനകത്ത് ഞാനിത് തന്നിട്ടുണ്ടാവില്ല. കാര്യം ഇത് കഴിഞ്ഞ വർഷവും അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ പോയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നോട്ട്സിലുണ്ടാവില്ല. നിങ്ങൾ ഒന്നുകിൽ നെറ്റ് നോക്കി എഴുതണം, അതല്ലെങ്കിൽ നെറ്റിൽ അവൈലബിൾ അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് എഴുതുക. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അയച്ചു തരും. ഈ ഒരു പോർഷൻ അയച്ചു തരാൻ പറഞ്ഞാൽ മതി, അവർ അയച്ചു തരും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച അത്രയും നോട്ട്സ് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യാം.